കട്ടച്ചോര വായിൽ നിന്ന് ഒഴുകുന്നത് കണ്ടോ? ഇരുമ്പ് ശൂലം. നാക്കിലൂടെ കയറ്റി കൊച്ചു കൊച്ചു വരെ. എൻ്റെ അടുത്ത് മാറില്ല കേട്ടോ. ഇത്രയും വലിയ കമ്പി കവളിൽ തുളയ്ക്കുകയാണ്. ഇത്രയും വലിയ ശൂലം കവളിൽ തുളച്ചുകൊണ്ട് പോകുന്ന ഭീകര നാക്ക് പുറത്ത് ചാടി കവളും നാക്കും തുളച്ച് കമ്പി മതിയായ 20 അടി കമ്പി നീളമുള്ള കമ്പിയാണ് മക്കളെ. നോക്കിക്കേ, ശൂലം കണ്ടോ? ഈ ശൂലം അവൻ്റെ കഴുത്തിൽ തുറച്ച് കയറ്റിയിരിക്കുകയാണ്. പളനിയാണ്ടവൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എല്ലാവരും ദൈവമായി മാറുന്ന അപൂർവമായ കാഴ്ചയാണ്. 20 അടി നീളമുള്ള കമ്പി ശൂലം തുളച്ച് ഒരു വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നോക്ക്. പളനിയാണ്ടവൻ്റെ വിഗ്രഹം വെച്ച് പളനിയാണ്ടവൻ്റെ സന്നിധിയിൽ നിന്ന് സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസ് ഭക്തി നിർഭരം കാഴ്ചവെക്കുന്നു. അത്ഭുതകരമായ കാഴ്ച. അവരുടെ എല്ലാവരുടെയും കയ്യിലേക്ക് നോക്കൂ. ആ ശരീരം കെട്ടി തൂക്കിക്കൊണ്ട് വരുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ശരീരം കെട്ടി തൂക്കിക്കൊണ്ട് വരുന്ന വീഡിയോ ആണ്. ഫ്രീ ആയിട്ട് പോകുന്ന വണ്ടികളാണ്. ആർക്ക് വന്നാലും പളനിയാണ്ടവൻ്റെ ഇൻഫർമേഷൻ സെൻറ്റർ ആണ്. ഇപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇന്ന് വരെ കാണാത്ത അതിഭീകരമായ ഒരു വീഡിയോ കാണിക്കാനാണ്. 4 മനുഷ്യർ കെട്ടിത്തൂങ്ങി സ്വന്തം ശരീരത്തിൽ ഇരുമ്പ് കമ്പി കൊളുത്തി ഒരു വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങളെ ഇത് കാണുന്നത്. പളനിയാണ്ടവൻ്റെ എല്ലാ വർഷത്തെ ഉത്സവം പ്രമാണിച്ച് ഞാനും ഈ വർഷവും പഴനിയിലെത്തി. കാലിൻ്റെ തുടയിലേക്ക് ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് കയറ്റി വള്ളി കെട്ടി തൂക്കിയാടുന്ന അപൂർവമായ ആഘോഷം കാണാൻ ഞങ്ങളും ഈ കുറിയെത്തി. ഒരു മാതാവ് തൻ്റെ ശരീരത്തിൻ്റെ ഇവിടുന്ന് നാക്കും കവളും തുളച്ച് 12 അടി നീളമുള്ള ഇരുമ്പ് കമ്പി ശൂലം കയറ്റി കാണുന്ന വീഡിയോ ആണ് സാജൻ പൈനാപ്പിൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പളനിയാണ്ട് തിരുസന്നിധിയിൽ നിന്നും അത് കാണാൻ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. പളനിയാണ്ടവൻ്റെ സന്നിധിയിൽ നടക്കുന്ന പൂജാകർമ്മങ്ങളാണ്. മതിയായ വേല് നാക്കിൽ തുളച്ച് കയറ്റിക്കൊണ്ട് നിൽക്കുന്ന അപൂർവമായ കാഴ്ചയാണ്. പളനിയാണ്ടവൻ്റെ കാൽക്കീഴിൽ നടക്കുന്ന കവളും എല്ലാം തുളച്ച് മുന്നപ്പെടുത്തോ. പളനിയാണ്ടവൻ്റെ തിരുസന്നിധിയിൽ കവള് തുളച്ച് മതിയായ ശൂലം തുളച്ച് വെച്ചിട്ടുണ്ട് ഒരു സ്ത്രീ. തൻ്റെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി നടത്തുന്ന ഭക്തിപർവമായ പ്രാർത്ഥനയാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴുത്തും കവളും നാക്കും തുളച്ച് വീഴ്ത്തേക്കുമാണ്. അമ്മയായി മാറി, ഭഗവാനായി മാറിയിരിക്കുന്നു, ഈശ്വരനായി മാറിയിരിക്കുന്നു. പളനിയാണ്ടവൻ ആ ശരീരത്തേക്ക് ആവാഹിച്ചിരിക്കുകയാണ് മക്കളെ. പളനിയാണ്ടവൻ്റെ ആവാഹനം ഭഗവാനെ. കയ്യം വിട്ടുകൊണ്ട് ഭക്തിയുടെ താണ്ഡവമാണ് നടക്കുന്നത് ഭഗവാനെ.
ഉത്സവമാണ്. പച്ച ഇറച്ചിയിലേക്ക് ചൂരം കുത്തി ഇറക്കിക്കൊണ്ട് അമ്മ മറിഞ്ഞു വീണ് ശൂലം കുത്തിക്കയറി കവള് കയറിപ്പോവാണ്ട് ഭർത്താവ് പിടിച്ചിരിക്കുകയാണ്. വീഴാതെ ഏത് നിമിഷവും തല ഇറങ്ങിയത് വീഴാം. ചോര വാർന്ന് ആ ശൂലം ഊടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ പാട് മാഞ്ഞു പോകുന്ന അത്ഭുതമായ ഒരു കാഴ്ചയാണ് സാധൻ പൈനാപ്പിൾ പള്ളിയാണ്ടവന്റെ സന്നദ്ധിയിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് തന്നെ എടുത്തോളൂ. അത് വീഴുമ്പോൾ താങ്ങാൻ ഉണ്ടോ? അത് വീഴുമ്പോൾ താങ്ങാൻ, അത് വീഴുമ്പോൾ താങ്ങാൻ പോവാ. കേട്ടോ 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 മാറാ കേട്ടോ. അത് തളർന്ന് വീണ് കഴിഞ്ഞു. ഭക്ഷണം കിട്ടി. മാറിക്ക് അവള് തുളച്ചേക്കാൻ കണ്ടോ? ഇച്ചിരി പച്ച ഇറച്ചി തുളച്ച് കുത്തി കയറ്റേക്കാൻ കണ്ടോ? ഈ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ക്ഷേത്രം മുഴുവൻ നാക്കും കവിളും തുളച്ച് കയറ്റിക്കൊണ്ട് 8 അടി നീളമുള്ള ശൂലം തുളച്ച ഒരു ഭഗവാന് തുല്യമായ ഒരു സ്ത്രീയാണ് പോകുന്നത്. ഇന്ന് ഉത്സവം നടക്കുന്ന പഴനിയാണ്ടവരുടെ തിരുസന്നിൽ നിന്ന് ഈ വീഡിയോ പകർത്താൻ കഴിഞ്ഞിരിക്കുന്നതിൽ സാധൻ പൈനാപ്പിളിൽ നിന്ന് അതിയായ ഭക്തിയും ഭയവും ബഹുമാനവും തോന്നുന്നു.
കണ്ടവാ ഞങ്ങൾ പോകണ്ടാ. വീഡിയോ എന്നറിയത്